ആർത്തവാവധി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. സുപ്രീം കോടതി വിധിയിൽ കുസാറ്റിലെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ആർത്തവ ദിവസം ഒരു അവധിയൊക്കെ കിട്ടിയിരുന്നെങ്കിലെന്ന് ഒട്ടുമിക്ക സ്ത്രീകളും ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ ആർത്തവ അവധി നൽകുന്നത് സ്ത്രീകളെ ജോലിക്കെടുക്കാനുള്ള തൊഴിലുടമകളുടെ താല്പര്യമില്ലാതാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയത്. ആദ്യമായി ആർത്തവ അവധി പ്രാബല്യത്തിൽ കൊണ്ടുവന്ന കുസാറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനോട് തികച്ചും യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർത്തവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പീരിയഡ്സിൻ്റെ ലീവ് വളരെ സുപ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു ഘടകമാണ്. നമുക്ക് ബേസിക് ഒരു എലമെൻ്റ് ആണത്. അപ്പോൾ ഇങ്ങനൊരു ആർത്തവാവധി ഉണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പണ്ട് തൊട്ടേ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതായത് ആണുങ്ങൾ ചെയ്താൽ മാത്രമേ ജോബ് പെർഫെക്റ്റ് ആവുള്ളൂ, സ്ത്രീകളെ കൊണ്ട് പറ്റില്ല. അത് പണ്ട് തൊട്ടേ ഉണ്ട്. അത് മാറി ചിന്തിക്കണം. അതിനുള്ള സമയമായിട്ടുണ്ട്. സോ എന്തുകൊണ്ട് കഴിയില്ല. അതെ, അപ്പോൾ ഇതുപോലെ മെൻസ്ട്രൽ ലീവ് വന്നാലാണ് സ്ത്രീകൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാനും അവർക്ക് ജോബ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. എസ്പെഷ്യലി വർക്ക് പ്ലേസിലൊക്കെ വരുമ്പോൾ ഇത് ചിലപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഇപ്പോൾ ഒരു എംപ്ലോയറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോഴും പ്രൊഡക്ടിവിറ്റി കുറയാൻ നല്ലോണം. അപ്പോൾ ഇങ്ങനെ ഫീമെയിൽസിനെ എടുക്കണ്ട എന്നുള്ളൊരു രീതിയിൽ അവരുടെ ചിന്ത മാറും. അപ്പോൾ ഇത് മാറാൻ വേണ്ടി അവർക്ക് അവയർനെസ് കൊടുക്കണം. ഇതിപ്പോൾ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ തെറ്റല്ല ഇങ്ങനെ ഒരു ആർത്തവം വന്നതോ ഇത് കാരണം വേദന വരുന്നതോ. പീരിയഡ്സിൻ്റെ സമയത്ത് ഒരു വുമൺ വർക്ക് ചെയ്യുമ്പോൾ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നല്ലത് ആ സമയത്തൊരു ലീവ് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് ശരിക്കും പ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ ഗവൺമെൻറ് പോസ്റ്റിലൊക്കെ ഇങ്ങനെ ഒരു ഇത്രയും ഹയറിംഗ് റേറ്റ് വെച്ചാൽ അത് നല്ലതായിരിക്കും. പീരീഡ് ലീവ് ആക്ച്വലി ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ കമ്പനീസ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് HR ഒക്കെ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യും, അവരെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള സംഭവം ഇതുവരെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. സോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അറിയുള്ളൂ. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഒരു അപ്രിഹെൻഷൻ ആൻഡ് ആ ഒരു പാർട്ടായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഒബ്വിയസ്ലി ഒരു മാസത്തിൽ ഒരു ദിവസം 2 ദിവസം അവധി എടുക്കുമ്പോൾ എന്തായാലും ഇന്ത്യയുടെ തന്നെ എക്കണോമിയുടെ പ്രൊഡക്ടിവിറ്റിയിൽ നല്ല വ്യത്യാസം വരും. മാസത്തിൽ തന്നെ 1, 2 തവണ പീരിയഡ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം ലീവുകൾ എടുക്കേണ്ടി വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ അതായത് നമ്മളെപ്പോഴും ഒരു മെജോറിറ്റിയെ മാത്രമല്ല, നമ്മൾ മൈനോറിറ്റിയെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. മെന്നും വുമണും വർക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വുമണിനുള്ളൊരു ഡേയ്സ് കുറവാണ് വർക്ക് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഈ ലീവ് ഓൾറെഡി ഇതിലുള്ളത് കൊണ്ട് തന്നെ വുമൻ്റെ ഡേയ്സ് കുറവാണ്.